സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നേ. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന, പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെൻ്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെൻ്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം. എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗീതം. ഈ ഗീതം പാടി സഹായിച്ച എബ്രഹാം ടി ജോർജിനോടുള്ള പ്രത്യേകം നന്ദി. ഇന്നത്തെ നമ്മുടെ എവങ്കേലിയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തിലെ 25-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. മത്തായി സുവിശേഷം 24, 25 ഈ 2 അധ്യായങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും അന്തിമകാലത്തിൽ ഉണ്ടാകാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് ഒലിവുമലയിൽ വെച്ച് നടത്തതായിട്ടുള്ള പ്രഭാഷണത്തിൽ കൂടെ പറഞ്ഞ് അറിയിക്കുമ്പോൾ അത് ശിഷ്യന്മാരോട് കുറെ കൂടെ വെളിപ്പെടുത്തി പറയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ 5 ഉപമകൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുന്നു. അതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപമയാണല്ലോ പാരബിൾ ഓഫ് ടാലൻസ്. അതിൽ കർത്താവ് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിച്ചതായ ഒരു കാര്യം, യേശു നമുക്ക് ഏവർക്കും ദാനമായി നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് യജമാനൻ്റെ സന്തോഷം. ഏതൊരു വിശ്വാസിയെയും ഏറ്റവും കൂടുതൽ ശക്തിയിരിക്കുന്നതായ ഒരു വാഗ്ദാനമാണ് എൻ്റെ കർത്താവ് എനിക്കായി ഒരുക്കിയിരിക്കുന്നതായ ആ സന്തോഷം. ആ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ദൈവസ്നേഹത്തെയാണ് കർത്താവ് നമുക്ക് വേണ്ടി പങ്കുവെച്ചതായ ഏറ്റവും വലിയ ഒരു ദാനം. അത് കുറെ കൂടെ എടുത്തു പറയുവാനായിട്ട് കർത്താവ് കൂടുതൽ വേറൊരു ഉപമയിൽ കൂടെ, വേറൊരു കഥയിൽ കൂടെ അത് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. മുടിയൻ പുത്രൻ്റെ ആ ഒരു സംഭവം. അത് മുടിയൻ പുത്രനെ കുറിച്ച് പറയുവാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ഒരു പിതാവിൻ്റെ സന്തോഷത്തെക്കുറിച്ച്. കാത്തിരിക്കുന്ന ഒരു പിതാവ് മുടിയനായ പുത്രൻ അല്ലെ മടങ്ങി വരുന്നതായ ആ പുത്രനെ കണ്ടപ്പോൾ ആ പിതാവിൻ്റെ സന്തോഷം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22, 23, 24 ഈ വാക്യങ്ങൾ. ആ പിതാവിൻ്റെ സന്തോഷം, ആ സന്തോഷമാണ്
ഇവിടെ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൻ്റെ ആ 3 ദാസന്മാരിൽ ഏറ്റവും അവസാനമായി ഒരു ദാനം ലഭിച്ചതായ ആ ഒരു ദാസൻ, ആ ദാസന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ആ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കാതെ പോകുന്നു. യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹം, അതിലേക്ക് നമ്മെ ഏവരെയും പ്രവേശിപ്പാനായിട്ട് ആണ് കർത്താവ് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം തോമസ് ലീഹയുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ചോദ്യം, കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി സെന്റ് തോമസ് ദിനമായി കൊണ്ടാടുന്നതായ അവസ്ഥ നാം ധ്യാനിക്കുവാനായിട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു ഭാഗമാണ്. അവിടെ തോമസ് ലീഹയെ കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാൻ മറക്കാത്ത ഒരു കാര്യം തോമസ് ലീഹയെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. തോമസ് ലീഹയുടെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ആ വാസസ്ഥലങ്ങൾ ആണ് നമുക്ക് കർത്താവ് തൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ദാനമായി നൽകുന്നത്. അതിനായി ഒരുങ്ങുവാൻ വേണ്ടി, ആ സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് ആ ഒരു ഐ എം ഡിപ്പാർട്ടിങ്. വൈ ആം ഐ ഡിപ്പാർട്ടിങ്? വൈ ആം ഐ ഗോയിങ്? So that I'll prepare a place for you. ആ ഒരു ഡിപ്പാർട്ടിങ്ങിനെ കുറിച്ച് കേട്ടപ്പോഴാണ് തോമസ് ലീഹ, നീ എങ്ങോട്ട് പോവുകയാണ്? Where are you going? ആ ഒരു ചോദ്യമായിരുന്നു തോമസ് ലീഹയുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു ചോദ്യം. ആ യജമാനന്റെ സന്തോഷം കാത്തിരിക്കുന്ന ഒരു അപ്പോസ്തലനായിരുന്നു സെന്റ് തോമസ് എന്ന് പറയുന്ന, മാർത്തോമ എന്ന് പറയുന്ന ആ വലിയൊരു ശിഷ്യൻ. യേശു നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ കൂടെ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഒരു ആഗ്രഹമാണ്. എന്താ? ഈ കർത്താവിനാൽ ഒരുക്കപ്പെട്ടതായ ആ ഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്ര, ആ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നതായ അനുഭവം. ഈ 3-ാമത്തെ ദാസന് ഇല്ലാതെ പോയ ഏറ്റവും വലിയൊരു ശൂന്യമായൊരു കാര്യം, അവൻ തൻ്റെ യജമാനൻ്റെ സന്തോഷം ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയി. ആ യജമാനൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ സാധിക്കും? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പോകുന്നതിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന ആ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്ന അനുഭവം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യം ആ വിശ്വാസമാണ്. ദൈവത്തിലുള്ള ആ വലിയ ദൃഢമായ വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനെ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദുഃഖം, വേദന, രോഗം, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുമ്പോൾ ഇത് കഴിഞ്ഞെന്താ? Is there anything beyond the grave? Are we all going to die? Or do we have something beyond? That hope, that faith is that we require if we need to enter into the joy of the Master. ഒരു കൊച്ചു പൈതൽ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക. He is flying the kite. And this kite is flying more and more. And it goes beyond the clouds. And nobody could see the kite flying. One person comes and asks this child, hey, do you see the kite? He says, no, but I do know. I'm holding this thread. And I could feel the kite is flying beyond those clouds.
I am sure I am still having that kite. I am holding the kite. ഈ വലിയൊരു ഉറപ്പ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് പ്രവേശിപ്പാനായിട്ട് എനിക്ക് സാധിക്കും. ആ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമ്മുടെ വിശ്വാസം അത് തീർച്ചയായിട്ടും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യം. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അന്തിമ കാലങ്ങളിലെ കഷ്ടതകളെക്കുറിച്ച് യേശു പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കഷ്ടതകളെ സഹിപ്പാൻ നമുക്ക് ഈ യജമാനൻ്റെ സന്തോഷത്തെക്കുറിച്ചുള്ള ദർശനം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു വലിയ ദർശനത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ പൗലോസ്ലീഹയ്ക്ക് ആ ഒരു വലിയ ദർശനത്തെക്കുറിച്ച് വളരെ ശക്തമായി താൻ പറയുന്ന ഒരു വാക്യമാണ്. അതിപ്രകാരം, so we do not lose heart, though our outer self is wasting away, our inner self is being renewed day by day. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യനെ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. Every time I am renewing day by day this inner faith which is in me, that there is a joy that is prepared for us by our Master. We need to preserve this faith till the end so that we can hear God saying to us, well done, good and faithful servant. Come and share in your Master's happiness. ഈ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആ വിശ്വാസത്തിൽ ബലപ്പെടുത്തി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ.